ഈ ഇന്ത്യൻ ടീമിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഈ ഒരു പ്ലേയിങ് 11ാണ് ഞങ്ങൾക്ക് വേണ്ടത്. 2024 നവംബറിൽ ഞങ്ങൾക്ക് വേണ്ടി കളിച്ച ഈ പ്ലേയിങ് 11ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്. ലോകത്തുള്ള മറ്റ് ടീമുകൾ പേടിച്ചത് ഈ പ്ലേയിങ് 11ആയിരുന്നു. ഇന്ത്യ ഇന്ന് നമ്പർ 1 പൊസിഷനിൽ എത്താനുള്ള കാരണം ഈ ഒരു പ്ലേയിങ് 11 ആയിരുന്നു. ഇന്ത്യ ഇന്ന് നോക്കുവാണെങ്കിൽ അടുപ്പിച്ച് 8 സീരീസ് ജയിച്ചു. അതിന് മെയിൻ കാരണം ഈ ഒരു പ്ലേയിങ് 11 ആയിരുന്നു. ഈ ഒരു പ്ലേയിങ് 11 200 റൺസ് എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. 300 റൺസ് വേണമെങ്കിലും കണ്ടെത്താൻ കഴിയാവുന്ന ഒരു പ്ലേയിങ് 11 ആണ് ഇന്ന് ഇറങ്ങിയ ഒരു ടീം. ഏത് ടീമും ഭയപ്പെടുന്ന ഒരു ടീം, പവർ പ്ലേ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ടീം, ബോളർമാരെ കണ്ണി കൂടെ പൊന്നീച്ച പറപ്പിക്കുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പ്, അതിന് പറ്റിയ ഒരു ഓപ്പണിംഗ് കോംബോ. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ. ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ അഭിഷേക് ശർമ്മ പൊട്ടിക്കും, മറ്റേ സൈഡിൽ നോക്കുവാണെങ്കിൽ സഞ്ജു സാംസൺ പൊട്ടിക്കും. ബോളർമാർക്ക് നിൽക്കാൻ കഴിയത്തില്ല. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോംബോ. ഇന്ന് കണ്ടില്ലേ മാർക്കോ യാൻസന്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറഞ്ഞത്. പവർ പ്ലേക്കകത്ത് സൗത്ത് ആഫ്രിക്കയ്ക്ക് 4 ബോളർമാരെ കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. അതുപോലത്തെ അടിയല്ലായിരുന്നു അടിച്ചതെന്ന്. നമുക്കില്ലാതെ പോയത് എവിടെയായിരുന്നു? ഏഷ്യ കപ്പ് മുതൽ പവർ പ്ലേക്കകത്ത് ഒരു ഫയർ ഹിറ്റർ ഇല്ലായിരുന്നു. ഒരു അഭിഷേക് ശർമ്മയെ മാത്രം ആശ്രയിക്കുന്ന ഒരു ടീമായിട്ട് മാറിയായിരുന്നു. പവർ പ്ലേ നോക്കുവാണെങ്കിൽ നമ്മൾ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്തതില്ലായിരുന്നു. ഒരു സൈഡിൽ നിന്ന് അഭിഷേക് ശർമ്മ അടിക്കും, മറ്റേ സൈഡിൽ നിന്ന് കഴിഞ്ഞ കളി കണ്ടില്ലേ 28 ബോളിൽ നിന്ന് 28 റൺസ് എടുക്കുന്ന ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ. ഇന്നത്തെ കളി നോക്കിക്കേ, ഒരു സൈഡിൽ അഭിഷേക് ശർമ്മ, മറ്റു സൈഡിൽ സഞ്ജു സാംസൺ. ബോളർമാരെ നിലം തൊടിയിച്ചില്ല. മാർക്കോ യാൻസന്റെ 2 ഓവർ 33 റൺസ്. നീയാണോടെ സൗത്ത് ആഫ്രിക്കയുടെ ഗുണ്ട, ഇങ്ങോട്ട് വാ, തീർത്തു വിടാം. ബ്രാഡ്മാനെ കൊണ്ടുവരുന്നു, 1 ഓവറിൽ 14 റൺസ് പവർ പ്ലേക്കകത്ത്. ഇന്ന് പവർ പ്ലേക്കകത്ത് ഇന്ത്യ എടുത്ത സ്കോർ 34 ബോളിൽ നിന്ന് 63 റൺസ്. എവിടെ കിടക്കുന്നു നോക്കിക്കുക. പവർ പ്ലേ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്തു. രണ്ടുപേരും, സഞ്ജു ആണെങ്കിൽ അഭിഷേക് ശർമ്മയാണെങ്കിൽ പവർ പ്ലേ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്തു. പിന്നെ വന്ന ബാറ്റ്സ്മാൻമാർക്ക് വളരെ ഫ്രീ ആയിട്ട് ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞു. തിലക് വർമ്മ വന്നിട്ട് വളരെ ഫ്രീ ആയിട്ട് ബാറ്റ് ചെയ്യുന്നു. ഹാർദിക് പാണ്ഡ്യ വരുന്നു, വളരെ ഫ്രീ ആയിട്ട് ബാറ്റ് ചെയ്യുന്നു. നോക്കുവാണെങ്കിൽ 10 ഓവർ ആയപ്പോഴത്തേനും 100 റൺസ് കടന്നു ഇന്ത്യ. ഇന്ത്യക്ക് 8 വരെ ബാറ്റിംഗ് സ്ട്രെങ്ത് ഉണ്ട്. വരുന്നവർക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ കഴിയും. നേരത്തെ എന്തുവായിരുന്നു ഇന്ത്യൻ ടീമിന്റെ അവസ്ഥ? ശുഭ്മൻ വരും, ഫ്രീ വിക്കറ്റ് ആയിട്ട് പോകും. സൂര്യകുമാർ യാദവ് നമുക്കറിയാം, ഒരു ഓവറിൽ കൂടുതൽ സൂര്യകുമാർ യാദവിന് കളിക്കാൻ കഴിയത്തില്ല. സൂര്യകുമാർ യാദവ് വരും, പ്രഷറിലാക്കിയിട്ട് പോകും. 2 പേരെയാണ് ഇന്ത്യൻ ടീമിനെ സഹിച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ട് വന്നത്. 2 പേരെ. ഇന്ന് നോക്കിക്കേ, ഇന്ന് സൂര്യകുമാർ യാദവിനെ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. പക്ഷേ സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ് ഇന്ന് ഇന്ത്യക്ക് പണി കിട്ടിപ്പോയനെ. ഇന്ത്യ ജയിച്ചത് 30 റൺസിന്. സൂര്യകുമാർ യാദവ് കളിക്കുന്നത് 7 ബോളിൽ നിന്ന് 5 റൺ. ഒരു ഓവർ സൂര്യകുമാർ യാദവ് വന്നിട്ട് തുടഞ്ഞു. ഇന്ത്യ ജയിക്കുന്നത് 30 റൺസിനാണ്. ബാക്കിയുള്ളവരെല്ലാവരും വന്നിട്ട് ഫസ്റ്റ് ബോൾ മുതലേ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കളിക്കുമായിരുന്നു. ഇതാണ് ഇന്ത്യൻ ടീമിന് വേണ്ടത്. നാളെ ഇന്ത്യൻ ടീം T20 വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിനെ കൊണ്ടുവരുവാണെങ്കിൽ റിങ്കു സിംഗിനെ കൊണ്ടുവരിക സ്ക്വാഡിലോട്ട്. തൽക്കാലത്തേക്ക് ഇന്ത്യയുടെ പ്രിൻസിന്, രാജകുമാരന് റെസ്റ്റ് കൊടുക്കുക. വേറെ ഒന്നും വെച്ചിട്ടല്ല. ഒരു രീതിയിലും ഈ ടീമിനകത്ത് ശുഭൻ ഗില്ലിനെ ഉൾക്കൊള്ളിക്കാൻ കഴിയത്തില്ല. നമ്പർ 3 കളിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തിലക് വർമ്മയുടെ ഏറ്റവും ബെസ്റ്റ് പൊസിഷനാണ് നമ്പർ 3. അവിടെ ശുഭൻ ഗില്ലിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാറ്റിങ്ങിന് പ്രശ്നം വരും. ഇന്ന് നോക്കിക്കേ, ഹാർദിക് പാണ്ഡ്യ വന്ന് കളിച്ച നമ്പർ 5 പൊസിഷൻ. ഹാർദിക് പാണ്ഡ്യക്ക് നമ്പർ 6 പോകേണ്ടതായിട്ട് വരും. ബാറ്റിംഗ് ഓർഡറിൽ മൊത്തത്തിൽ കുളവാകും. സൂര്യകുമാർ യാദവ് നോക്കിക്കേ, ഏറ്റവും മോശം ഫോമിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ലക്കുണ്ട്. ക്യാപ്റ്റന്റെ പേരിൽ മാത്രം ടീമിൽ കടിച്ചു തൂങ്ങി കിടക്കുകയാണ് സൂര്യകുമാർ യാദവ്. ഇപ്പോൾ എടുത്ത് മാറ്റാൻ പറ്റുമോ? വേൾഡ് കപ്പ് കാണാൻ പടിവാദിക്ക് വന്ന് കിടക്കുക. 2025 എല്ലാ മത്സരങ്ങളും ഇന്ന് അവസാനിച്ചു. സൂര്യകുമാർ യാദവിന്റെ കീഴിൽ 8 സീരീസ് നമ്മൾ ജയിച്ചു. ഇവിടെ വേറൊരു ക്യാപ്റ്റൻ ആയിരുന്നെങ്കിലും ഇതേ റിസൾട്ട് തന്നെ ഇന്ത്യക്ക് കിട്ടിപ്പോയനെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആർക്കോ ഹാർദിക് പാണ്ഡ്യ ഇഷ്ടമല്ല. ഹാർദിക് പാണ്ഡ്യ വന്ന് കളിച്ച കളി കണ്ടായിരുന്നു. ഫിയർലെസ് ആയിട്ട് വന്ന് കളിക്കുന്നു. സൂര്യകുമാർ യാദവ് പ്രഷറും കൊണ്ട് വന്ന് ഇന്നും കളിക്കുന്നു. ഔട്ടായപ്പം പോകുമ്പോഴുള്ള ഒരു പ്രഷർ കാണുമായിരുന്നു സൂര്യകുമാർ യാദവിന്റെ. അവസാനത്തെ കളിയാ. ഇനി 5 കളിയേ ഇന്ത്യയുടെ മുമ്പിലുള്ളൂ. 5 കളി ന്യൂസിലാൻഡ് സീരീസിന് മുമ്പായിട്ട്. വേറെ വഴിയില്ല. ഇന്ത്യക്ക് സൂര്യകുമാർ യാദവായിട്ട് പോകേണ്ടതായിട്ട് വരും. ഇനി വേൾഡ് കപ്പിന് മുമ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ക്യാപ്റ്റനെ എടുത്ത് മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനായിട്ട് നമുക്ക് സഹിച്ചാലേ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു പ്ലെയറിന് ഫോമില്ലെങ്കിൽ നമുക്ക് സഹിക്കാം, കുഴപ്പമില്ല. മറ്റുള്ള പ്ലെയേഴ്സിന് കളിക്കാൻ കഴിയും. പക്ഷെ ഒരു 2 പ്ലെയേഴ്സൊക്കെ ഫോമില്ലാതെ പോകുമ്പോഴത്തേന് റൺസിന് വേണ്ടി കളിക്കുക അവർ, സ്വന്തം റൺസിന് വേണ്ടി. ഇന്ന് സഞ്ജു സാംസൺ ആയിരുന്നു ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ. ഈ ടീമിൽ സൂര്യകുമാർ യാദവ് കഴിഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും പ്രഷറായിട്ട് വരുന്ന ഒരു ബാറ്റ്സ്മാൻ ഇന്ന് സഞ്ജു സാംസൺ ആയിരുന്നു. സഞ്ജു സാംസൺ വന്നിട്ട് വ്യക്തിഗത സ്കോർ അല്ല ഇന്ന് എടുത്തത്. സഞ്ജു സാംസൺ അയ്യോ എനിക്കൊരു 50ക്ക് വേണ്ടി കളിക്കാമെന്നുള്ള ഒരു കളിയല്ല കളിച്ചത്. എന്താണോ ഒരു പവർ പ്ലേയിൽ ഒരു ഓപ്പണർ കൊടുക്കേണ്ടത് ഇന്ത്യൻ ടീമിന്? ഒരു ബ്ലാക്ക് സോയിൽ പിച്ചിൽ, ഒരു ഫ്ലാറ്റ് പിച്ചിൽ, ഡ്യൂ വരുന്ന ഒരു പിച്ചിൽ എന്താണോ കൊടുക്കേണ്ടത് അത് സഞ്ജു സാംസൺ കൊടുത്തു. 22 ബോളിൽ നിന്ന് 37 റൺസ് എടുക്കുന്നു. ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ്. 162 സ്ട്രൈക്ക് റേറ്റ്, 4 4ഉം 2 6ഉം. അതായത് ഇന്ത്യ ജയിക്കുന്നത് 30 റൺസിനാണ്. സഞ്ജു സാംസൺ എടുത്ത 37 റൺസ് എന്തുമാത്രം ക്രൂഷ്യലായി നോക്കിക്കേ. സഞ്ജു പ്രഷറായിട്ട് വിക്കറ്റ് കൊടുത്തിട്ട് പോയിരുന്നെങ്കിൽ എന്തായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ? വന്നും മനോഹരമായിട്ട് കളിച്ചു സഞ്ജു സാംസൺ. ആദ്യത്തെ 2 ബോൾ നോക്കുവാണെങ്കിൽ ലുങ്കി ഡിങ്കിയുടെ ഒരു മൂവിങ് ബോൾ ആയിരുന്നു. ഔട്ട് സൈഡ് ദ ഓഫ് സ്റ്റമ്പിൽ ഒരു ലേറ്റ് സിംഗ് ആയിരുന്നു, അവിടെ സർവൈവ് ചെയ്തു. പിന്നെ നോക്കുവാണെങ്കിൽ മാർക്കോ യാൻസനെ അടിച്ച ഒരു 6. സെക്കൻഡ് ഓവറിൽ മാർക്കോ യാൻസനെ ലോങ് ഓണിന് മേലൂടെ ഒരു 6 അടിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. എങ്ങും പോയിട്ടില്ല എൻ്റെ ഒരു ഫോം. സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ ഞാൻ എന്താണോ ക്യാരി ചെയ്തത് അത് ഇവിടെ വന്ന് കാഴ്ചവെക്കും.
ബ്രാഡ്മാനെ വന്നിട്ട് ഒരു സ്ട്രേറ്റ് ഡ്രൈവ് അടിക്കുന്നു. എക്സ്ട്രാ കവറിന് മുകളിലൂടെ ഒരു 4 അടിക്കും. ജോർജ് ലിൻഡെ ലോങ് ഓണിന് മുകളിലൂടെ ഒരു 6 അടിക്കുന്നു. സൂപ്പർ ഇന്നിങ്സ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഞാൻ വിചാരിച്ചു നല്ല ഒരു 50 എന്തായാലും സഞ്ജു എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ലിൻഡയുടെ മനോഹരമായ ഒരു ബോളായിരുന്നു. ബോൾ സ്കിഡ് ചെയ്തു, ബോളിന് ഡ്രിഫ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു. സോ അല്ലെങ്കിൽ എങ്ങനെയായാലും ഒരു 50+ സ്കോർ കണ്ടെത്തിയായിരുന്നു. നല്ല ഫോമിലായിരുന്നു, നല്ല ടച്ചിലായിരുന്നു. എക്സ്ട്രാ കവറിന് മേളിലൂടെ അടിച്ച ഒരു ഷോട്ട്, ആ ഒരു സ്ട്രേറ്റ് ഡ്രൈവ് മനോഹരമായിട്ട് കളിച്ചു. കിട്ടിയ അവസരത്തെ സഞ്ജു സാംസൺ പ്രൂവ് ചെയ്തു. അടുത്ത കളിയിൽ സഞ്ജു സാംസനെ പുറത്തിരുത്തണോ? ഇരുത്തിക്കും. പക്ഷേ ഇന്ത്യ വേൾഡ് കപ്പ് അങ്ങ് മറന്നേക്കണം. ഇനിയും ന്യൂസിലാൻഡിനെതിരെയുള്ള സീരീസിൽ 5 കളിയുണ്ട്. ഇന്ത്യ പ്രോപ്പർ പ്ലേയിങ് ഇലവനുമായിട്ട് പോയില്ലെങ്കിൽ വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് പണി കിട്ടും. പിന്നെ അഭിഷേക് ശർമ്മ ഫസ്റ്റ് ബോൾ തന്നെ മിഡ് ഓഫിന്റെ മേളിലൂടെ ഒരു ബൗണ്ടറി അടിക്കും. 21 ബോളിൽ നിന്ന് 34 റൺസ്, 6 4ഉം 1 6ഉം. നോക്കുവാണെങ്കിൽ ഇന്നും ഷോർട്ട് പിച്ച് ബോളിനകത്താണ് സ്ട്രഗിൾ ആവുന്നത്. അഭിഷേക് ശർമ്മ ഷോർട്ട് പിച്ച് ബോൾ കുറച്ചും കൂടെ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സീരീസ് നോക്കുവാണെങ്കിൽ സെക്കൻഡ് ടൈമിലാണ് ഷോർട്ട് പിച്ച് ബോൾ ഡൗൺ ദ ലെഗ് സൈഡ് കോർട്ട് ബിഹൈൻഡ് ആയിട്ട് ഔട്ട് ആവുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നോക്കുവാണെങ്കിൽ ഫൈനൽ ലെഗിലായിരുന്നു ക്യാച്ച് കൊടുത്തത്. അവിടെ കുറച്ചും കൂടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അഭിഷേക് ശർമ്മ ഷോർട്ട് ബോളിൽ. ആദ്യമേ നോക്കുവാണെങ്കിൽ ഷോർട്ട് ബോൾ എറിഞ്ഞതേ ഇല്ല അവർ. മാർക്കോ യാൻസനെ നോക്കുവാണെങ്കിൽ ഒരു ഓവറിൽ അടുപ്പിച്ച് 3 4 അടിച്ച് നല്ല ടച്ചിലായിരുന്നു. പക്ഷേ ആ ഷോർട്ട് ബോൾ വരുമ്പോഴത്തേനും അഭിഷേക് ശർമ്മ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവിടെ അഭിഷേക് ശർമ്മ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ മേ ബി പാറ്റ് കമ്മിൻസ് വരും, ജോഷ് ഹേസിൽവുഡ് വരാനുണ്ട്. സോ ഇവരൊക്കെ ഇത് കാണുന്നുണ്ട്. നെതർലൻഡ്സ് ആണ് ആസ്ട്രേലിയ വെച്ച് തുടങ്ങി വെച്ച ആ ഒരു ഷോർട്ട് പിച്ച് ഡെലിവറി ബോഡി ടു ബോഡി. സോ ഇപ്പൊ നോക്കുവാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക അത് അപ്ലൈ ചെയ്യുന്നു. ഇനി നോക്കുവാണെങ്കിൽ ആസ്ട്രേലിയ വരാനുണ്ട്, ഇംഗ്ലണ്ട് വരാനുണ്ട്. സോ ഇവരെല്ലാം ഇത് അപ്ലൈ ചെയ്യും. സോ അത് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ അഭിഷേക് ശർമ്മയ്ക്ക് നല്ലതായിരിക്കും. പിന്നെ നമ്പർ 3 തിലക് വർമ്മ, ക്ലാസ് പ്ലെയർ. പ്രഷർ സിറ്റുവേഷനിൽ എങ്ങനെയാണ് കളിക്കേണ്ടത് തിലക് വർമ്മയ്ക്ക് അറിയാം. മറ്റുള്ള ടീമിന്റെ മേളിൽ എങ്ങനെയാണ് പ്രഷർ കൊടുക്കേണ്ടത് അതും തിലക് വർമ്മയ്ക്ക് അറിയാം. സൂപ്പർ ഒരു പ്ലെയർ, ക്ലാസ് പ്ലെയർ. സ്പിന്നർമാർക്കെതിരെ നോക്കുവാണെങ്കിൽ സ്വീപ്പ് ഷോട്ട്, പേസ് ബോളർമാർക്കെതിരെ ക്ലാസ് ബാറ്റിംഗ് ആണ്. ആ പോയിന്റിന്റെയും ഗല്ലിയുടെ ഇടയ്ക്കൂടെ അടിക്കുന്ന ഒരു ബൗണ്ടറി ഉണ്ട്. സൂപ്പർ ബാറ്റിംഗ്, ഒരു ക്ലാസ് പ്ലെയർ. ക്രൂഷ്യലായിട്ടൊരു ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു ഹാർദിക് പാണ്ഡ്യയുമായിട്ട് ചേർന്ന്. അവിടെ 100 റൺസിന്റെ ഒരു പാർട്ണർഷിപ്പ് കണ്ടെത്തുന്നു. 42 ബോളിൽ നിന്ന് 73 റൺസ്, 1 6ഉം 10 4ഉം, 173ന്റെ സ്ട്രൈക്ക് റേറ്റ്. നമ്പർ 3 എൻ്റെ അഭിപ്രായത്തിൽ സ്റ്റിക്ക് ചെയ്യുക. നമ്പർ 3 ആണ് തിലക് വർമ്മയുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ. അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രൂവ് ചെയ്തിട്ടുള്ളത്. അത് സൗത്ത് ആഫ്രിക്ക വെച്ച് ബാക്ക് ടു ബാക്ക് സെഞ്ചുറി അടിച്ചത് നമ്പർ 3 പൊസിഷനിലാണ്. സോ നമ്പർ 3ക്ക് ഏറ്റവും പറ്റിയ ഒരു പ്ലെയറാണ്. പ്രഷർ സിറ്റുവേഷനിൽ കളി ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ, മറ്റുള്ള ടീമിനെ പ്രഷറിലോട്ട് കൊണ്ടുപോകാൻ കഴിയാവുന്ന ഒരു പ്ലെയർ, സ്ട്രൈക്ക് റേറ്റ് ഉയർത്താൻ കഴിയാവുന്ന ഒരു പ്ലെയർ, സൂപ്പർ ഒരു പ്ലെയർ. മറ്റൊരു പ്ലെയറാണ് ഹാർദിക് പാണ്ഡ്യ. ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർമാരെന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമല്ലെന്നാണ് പറയുന്നത്. സ്വന്തം ചേട്ടനായ കുർണാൽ പാണ്ഡ്യയും വെറുതെ വിടത്തില്ല, എടുത്തിട്ട് അലക്കും. അതുപോലെയാണ് ഇന്ന് ജോർജ് ലിൻഡെ എടുത്തിട്ട് അലക്കിയത്. ജോർജ് ലിൻഡെ നോക്കുവാണെങ്കിൽ മനോഹരമായിട്ട് ബോൾ ചെയ്തു. അഭിഷേക് ശർമ്മയ്ക്കെതിരെ 4 ഡോട്ട് ബോൾ എറിഞ്ഞ് ജോർജ് ലിൻഡെ. സോ മനസ്സിലാക്കിക്കോണം, അഭിഷേക് ശർമ്മയ്ക്കെതിരെ അടുപ്പിച്ച് 4 ഡോട്ട് ബോൾ എറിഞ്ഞു. സഞ്ജു സാംസണെതിരെ ഒരു സ്കിഡ് ബോൾ എറിഞ്ഞിട്ട് സഞ്ജു സാംസനെ ഔട്ടാക്കി വിട്ടു. പിടിച്ചു വെച്ച് അടിച്ചു. ഒരു ഓവറിനകത്ത് 2 6, ബാക്ക് ടു ബാക്ക് 6, 1 4. ഓരോ ഓവറിനകത്ത് 24 റൺസ്. ഹാർദിക് പാണ്ഡ്യയുടെ ഇന്നത്തെ ഒരു ഇന്നിങ്സ് കാണുമായിരുന്നു. സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഹാഫ് സെഞ്ചുറിയാണ് ഇന്ത്യക്കാരൻ്റെ. 16 ബോളിൽ നിന്ന് 50 റൺസ് കണ്ടെത്തുന്നു. സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത ബാറ്റിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. നോക്കുവാണെങ്കിൽ 113 റൺസിൽ 3 വിക്കറ്റ് പോയി. അവിടെ ഒരു ക്രൂഷ്യൽ സ്റ്റേജിലാണ് ഹാർദിക് പാണ്ഡ്യ വരുന്നത്. ഫസ്റ്റ് ബോൾ തന്നെ ലോങ് ഓണിന്റെ മേളിലൂടെ 6. അതേ ബോൾ അതേ ഷോട്ടാണ് സൂര്യകുമാർ യാദവ് ഔട്ടായത്. പക്ഷേ ഹാർദിക് പാണ്ഡ്യ വരുന്നു, ഫസ്റ്റ് ബോൾ ബോഷിന്റെ ലോങ് ഓണിന് മുകളിലൂടെ അടിച്ച ഒരു 6. സൂപ്പർ, ഒരു രക്ഷയില്ലായിരുന്നു. ഇന്ന് വേറെ മോഡിലായിരുന്നു. ഗുജറാത്തിന്റെ മണ്ണിൽ ആ ഗുജറാത്ത് ഇന്ന് കാഴ്ചവെച്ച ഒരു പ്രകടനം. ഇവിടെ ഈ ഗുജറാത്തിൽ എല്ലാവരും ഇട്ട് കൂവി നാണം കെടുത്തിയിട്ടുണ്ട് ഗുജറാത്ത് ടീമിനെ വിട്ടിട്ട് പോയപ്പോഴത്തേന്. സോ അതേ ഗുജറാത്തിന്റെ മണ്ണിൽ വന്നിട്ട് ഗുജറാത്തികളെ കൊണ്ട് കൈ അടുപ്പിച്ചവൻ ഹാർദിക് പാണ്ഡ്യ. എന്തോ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവേണ്ട ഒരേ ഒരു മെറ്റീരിയലായിരുന്നു ഹാർദിക് പാണ്ഡ്യ. വേറെ ഒരു ക്യാപ്റ്റനെ കുറിച്ച് ഇന്ത്യ ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. ഹാർദിക് പാണ്ഡ്യ ടീമിൽ വെച്ചുകൊണ്ട് ശുഭ്മൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കുന്നു. ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന ഹാർദിക് പാണ്ഡ്യയെ പിടിച്ച് ഒന്നുമല്ലാതാക്കി വിട്ടു. ഹാർദിക് പാണ്ഡ്യ ഇല്ലായിരുന്നെങ്കിൽ 2024 വേൾഡ് കപ്പ് ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 30 ബോളിൽ 30 റൺസ് എടുക്കണം. ഹെൻറി കാൾസൺ, ഡേവിഡ് മില്ലർ, ആ 2 വിക്കറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ 2024 മറന്നേനെ. പിന്നെയും കാത്തിരിക്കായിരുന്നു വേൾഡ് കപ്പ് എന്നൊരു സ്വപ്നത്തിന് വേണ്ടി. രോഹിത് ശർമ്മയ്ക്ക് ശാന്തി കിട്ടത്തില്ലായിരുന്നു ഒരു കപ്പില്ലായിരുന്നെങ്കിൽ. ചാമ്പ്യൻസ് ട്രോഫി കൊണ്ടൊന്നും ആ മനുഷ്യൻ തൃപ്തനാവത്തില്ലായിരുന്നു. പക്ഷേ ഹാർദിക് പാണ്ഡ്യയുടെ ആ ഒരു ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ, ആ ഒരു ബോളിങ്, ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ബോളിങ് ഡെത്ത് ഓവറിനകത്ത് ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ. സോ ആ മനുഷ്യൻ ഇന്ന് വന്നിട്ട് പ്രൂവ് ചെയ്ത് കണ്ടില്ലായിരുന്നു. എന്നാ ബാറ്റിംഗാണ് കാഴ്ചവെച്ചത്. 252ന്റെ സ്ട്രൈക്ക് റേറ്റ് വന്ന് കളിക്കുന്നു. ഒരു പരാതിയില്ല, ഒരു പരിഭവവും ഇല്ല. എന്നെ ആരൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഒരു കുഴപ്പമില്ല, എൻ്റെ രാജ്യം ജയിക്കണം. ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയറാണ്. പ്ലെയർ എന്ന് പറയാനേ പറ്റത്തില്ല. പക്ഷേ ഇന്ത്യൻ ടീമിന് വേണ്ടി ഈ മനുഷ്യൻ വേറെ ഒരു ലെവലാണ്. ഒരു ക്ലച്ച് പ്ലെയർ എന്നൊക്കെ പറയുന്നത് ഈ മനുഷ്യന് വേണ്ടിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ക്ലച്ച് പ്ലെയർ, പ്രഷർ സിറ്റുവേഷൻ ഇന്ത്യ ജയിപ്പിക്കുന്ന ഒരു പ്ലെയർ. 2023 ഉണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ വേൾഡ് കപ്പ് ഇന്ത്യ ജയിപ്പിച്ചേനെ. സൂര്യകുമാർ യാദവാണ് 2023 വേൾഡ് കപ്പ് നമ്മളെ പരാജയപ്പെടുത്തിയത്. നമ്മൾ കണ്ടായിരുന്നല്ലോ സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ് അവിടെ. സോ
ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല. എല്ലാവരും അടിച്ചമർത്താൻ ശ്രമിക്കും, ഒതുക്കി വെക്കാൻ ശ്രമിച്ചു. പക്ഷേ തൻ്റെ ബെസ്റ്റ് വന്ന് ഇന്നും കാഴ്ചവെച്ചു, ഇന്നും പ്രൂവ് ചെയ്തിട്ട് പോയി. അജിത് അഗാക്കറെ, ഗൗതം ഗംഭീർ, ഞാനായിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവേണ്ടത്. ഇന്ന് നമ്മൾ ഒരു ക്യാപ്റ്റനെ നമ്മൾ സഹിക്കുന്നുണ്ട്, സൂര്യകുമാർ യാദവിനെ. സഹിച്ചാലേ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ല. 5 കളിയും കൂടെ കഴിയുമ്പോഴത്തേക്കും ഇന്ത്യ T20 വേൾഡ് കപ്പിലോട്ട് പോവുകയാണ്. സൂര്യകുമാർ യാദവിൻ്റെ ഫോം കൺസേൺ ആണ്. വെയിലിരുന്ന പാമ്പിനെ എടുത്ത് BCCI തോളത്ത് വെച്ചു. അങ്ങനെ പറഞ്ഞ് BCCIക്ക് സമാധാനിക്കാം. ഇത് നിങ്ങളുടെ തെറ്റാണ്. ഈ ഒരു പ്ലെയറിനെ ഇങ്ങനെ ആക്കി മാറ്റിയത് നിങ്ങളുടെ തെറ്റാണ്. അതുപോലെ തന്നെയാണ് ശുഭ്മൻ ഗില്ലിനെ പ്രഷർ കൊടുത്തിട്ട് ആ ഒരു പ്ലെയറിൻ്റെ കരിയർ അവസാനിപ്പിക്കാൻ നോക്കുന്നത്. BCCIയുടെ തെറ്റാണ്. പിന്നെ ഇന്ത്യയുടെ ബോളിങ്ങിലോട്ട് വരുവാണെങ്കിൽ ഇന്ത്യ ഇന്ന് ജയിച്ചത് കേവലം 30 റൺസിനാണ്. 231 റൺസ് നമ്മൾ ബോർഡിൽ വെച്ചുകൊണ്ട് നമ്മൾ ജയിച്ചു കയറി. പക്ഷേ ബോളിംഗ് പവർ പ്ലേ നമ്മൾ ബെറ്ററായിട്ട് ഉപയോഗിച്ചോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ബുംറയ്ക്ക് കൊടുത്തത് പവർ പ്ലേയിൽ 1 ഓവറാണ്. ബുംറ സെക്കൻഡ് ഓവർ എറിയാൻ വരുന്നത് 10ാമത്തെ ഓവറിലാണ്. അർഷ്ദീപ് സിംഗ് ആദ്യത്തെ ഓവറിൽ അടി കൊണ്ടിട്ട് നിൽക്കുകയാണ്. 12 റൺസ് വഴങ്ങിയിട്ട് നിൽക്കുകയാണ്. ബാക്ക് ടു ബാക്ക് ബൗണ്ടറി അടിച്ചു ഡീകോക്ക്. എന്നിട്ട് പിന്നെ 3ാമത്തെ ഓവർ അർഷ്ദീപ് സിംഗിന് കൊടുത്തിട്ട് 23 റൺസ് വഴങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് ബുംറയെ കൊണ്ടുവരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ സുന്ദറിനെ കൊണ്ടുവരുന്നു. പവർ പ്ലേക്കകത്ത് നോക്കുകയാണെങ്കിൽ വരുൺ ചക്രവർത്തിയെ കൊണ്ടുവരുന്നില്ല. എനിക്ക് തോന്നുന്നില്ല അത് ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആണെന്ന്. ബുംറയെ പവർ പ്ലേക്കകത്ത് 2 ഓവർ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ബുംറയുടെ പവർ പ്ലേക്കകത്ത് 2 ഓവർ, പിന്നെ മിഡിൽ ഓർഡറിനകത്ത് 1 ഓവർ, പിന്നെ ഡെത്ത് ഓവറിനകത്ത് 1 ഓവർ. സോ നോക്കുകയാണെങ്കിൽ ബോളിംഗ് പവർ പ്ലേ ഇന്ത്യ ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല. പിന്നെ കളി തിരിയുന്നത് എവിടെ? ആ ബ്രേക്ക് വന്നപ്പോഴത്തേനും ബുംറ ഇട്ട വിക്കറ്റ്. ഡീകോക്കിന്റെ വിക്കറ്റ് 11ാമത്തെ ഓവറിൽ ഇട്ടില്ലായിരുന്നെങ്കിൽ കളി തീർന്നേനെ. ഡീകോക്കും ബ്രേവിസും കൂടെ നിന്ന് കളി തീർത്തേനെ. നോക്കുകയാണെങ്കിൽ ഇന്ന് 9 വരെ ബാറ്റിംഗ് ഉണ്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക്. എന്നിട്ടും നമ്മൾ ജയിച്ചു. കാരണം ബുംറ എന്ന് പറഞ്ഞ ഒരു വിക്കറ്റ് ടേക്കർ, വരുൺ ചക്രവർത്തി എന്ന് പറയുന്ന മറ്റൊരു വിക്കറ്റ് ടേക്കർ, ഇവർ രണ്ടും കൂടെ ചേർന്നല്ലേ ഇന്ന് കളി ജയിപ്പിച്ചത്. ബുംറ 11ാമത്തെ ഓവറിൽ വിക്കറ്റ് എടുക്കുന്നു. വരുൺ ചക്രവർത്തി വന്നിട്ട് 13ാമത്തെ ഓവറിൽ 2 വിക്കറ്റ് എടുത്തിട്ട് കളിയെ തീർത്തു. എല്ലാവരും 10 റൺസിന് മേളിൽ വഴങ്ങിയപ്പോഴത്തേനും ബുംറ 4 ഓവറിൽ വിട്ടുകൊടുത്തത് 17 റൺസ്. കേവലം 17 റൺസ്, 2 ഇമ്പോർട്ടൻറ്റ് വിക്കറ്റ്. ഡീകോക്കിന്റെ വിക്കറ്റ്, മാർക്കോ യാൻസന്റെ വിക്കറ്റ്, അത് ക്രൂഷ്യലായി. മാർക്കോ യാൻസൻ അവിടെ നിന്നിരുന്നെങ്കിൽ കളി മാറ്റിപ്പോയേനെ. പിന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ബോളിംഗ് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹാർദിക് പാണ്ഡ്യയുടെ ആ ഒരു സ്ലോ ബൗൺസർ ബ്രേവിസിനെതിരെ, ബ്രേവിസ് അവിടെ നിന്ന് കളി തിരിച്ചു പോയേനെ. ആ ഒരു സ്ലോ ബൗൺസറാണ് കളിയെ തിരിച്ചത്. സോ ഇന്ന് സുന്ദരമായിട്ടാണ് പോയത്. പക്ഷേ എന്തുകൊണ്ടും കുൽദീപ് യാദവ് എന്ന് പറയുന്ന ഒരു ബോളറെ ഇന്ത്യ മിസ് ചെയ്യുന്നുണ്ട്. കുൽദീപ് യാദവ് ഇന്ത്യൻ ടീമിൽ എന്തായാലും അത്യാവശ്യം തന്നെയാണ്. വേൾഡ് കപ്പ് സ്കോറിലോട്ട് കുൽദീപ് യാദവ് വരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അർഷ്ദീപ് സിംഗ്, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പിച്ചിൽ അർഷ്ദീപ് സിംഗ് വൈഡ് എറിയുന്നു. ബോളിന് മൂവ്മെന്റ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അർഷ്ദീപ് സിംഗ് റൺസ് വഴങ്ങുന്ന ഒരു കൺസേൺ ആണ്. ഇന്ന് നോക്കുവാണെങ്കിൽ ഒരു ഓവറിൽ 3 വൈഡാണ് വന്നെറിഞ്ഞത്. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു ഫ്ലാറ്റ് പിച്ചിൽ ഇന്ത്യ നല്ലപോലെ ബാറ്റ് ചെയ്തു. അതിനനുസരിച്ചുള്ള ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചു.